നമസ്കാരം, ഞാൻ ഡോക്ടർ നിഖിൽ മാത്യു ജോൺ, ENT സർജൻ ആൻഡ് അലർജി സ്പെഷ്യലിസ്റ്റ്, റാഫ അരോമ ഹോസ്പിറ്റൽ, ചങ്ങനാട്, കൊട്ടാരക്കര. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെയധികം സാധാരണയായിട്ട് കാണുന്നതും എന്നാൽ പലരും അവഗണിക്കുന്നതുമായ ഒരു പ്രശ്നത്തെ പറ്റിയാണ്. കുട്ടികളിലെ അടിഞ്ഞോട് ദശയും പ്രശ്നത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. എന്താണ് ഈ അടിഞ്ഞോട് എന്ന ദശ? സാധാരണയായിട്ട് കുട്ടികൾ മൂക്കിൻ്റെ പുറകുവശത്തായിട്ട് കാണപ്പെടുന്ന ഒരു ദശയാണ് ഈ അടിഞ്ഞോട് എന്ന് പറയുന്നത്. പൊതുവേ ഇത് 2 വയസ്സ് മുതൽ ഒരു 8 വയസ്സ് വരെ ഇത് വളർച്ച ഉണ്ടാവുകയും അതിനുശേഷം ചുരുങ്ങി പോവുകയാണ് പതിവ്. എന്നാൽ ചില അവസരങ്ങളിൽ ഇതിൻ്റെ വലിപ്പം വളരെയധികം വലുതാകുന്നു. അപ്പോൾ ഇതിന് നിരന്തരമായി ഉണ്ടാകുന്ന അണുബാധകൾ, അതുപോലെ തന്നെ അലർജി, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് ഇത് വലുതാകുക. അപ്പോൾ എന്താണ് ഇത് വലുതാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് നോക്കാം. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മൂക്കിൻ്റെ പുറകുവശത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇത് വലുതാകുമ്പോൾ ഒരു കുട്ടിക്ക് മൂക്കിലൂടെ ശ്വാസം വിടുവാൻ പറ്റുന്നില്ല. തുടർന്ന് കുട്ടി വായിലൂടെ ശ്വാസം വിട്ട് തുടങ്ങുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കുട്ടിക്ക് കൂർക്കമലി ഉണ്ടാകുന്നു. അതുപോലെ തന്നെ വായു തുറന്ന് വർഷങ്ങളായിട്ട് ശ്വാസം വിടുന്നത് മൂലം കുട്ടിയുടെ മുഖത്തിന് തന്നെ രൂപ വ്യത്യാസം ഉണ്ടാകുന്നു. കുട്ടിയുടെ പല്ലുകൾക്ക് ഉന്തി വരുന്നു, താടിക്ക് വ്യത്യാസം ഉണ്ടാകുന്നു. ഇതിനെ അടിഞ്ഞോട് ഫേഷ്യസ് എന്ന് പറയുന്നു. ഇനി ഈ മൂക്കിൻ്റെ പുറകുവശത്ത് നിന്ന് ചെവിയിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബുണ്ട്. ഇതിനെ യൂസ്റ്റേഷൻ ട്യൂബ് എന്ന് നമ്മൾ പറയും. ഈ അടിഞ്ഞോട് ദശ വലുതാകുന്നതോടുകൂടി ഇതിൽ നിന്നുണ്ടാകുന്ന അണുബാധയും മറ്റും ചെവിയെ ബാധിക്കുന്നു. ഈ ട്യൂബിനെ ബാധിക്കുന്നതിൻ്റെ ഫലമായിട്ട് ചെവിക്കുള്ളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു. ഇതിനെ സീറസ് ഒട്ടൈറ്റിസ് മീഡിയ എന്ന് പറയും. അപ്പോൾ ഈ കുട്ടിക്ക് പതുക്കെ ആ കുട്ടിയുടെ കേൾവിയെ തന്നെ ഇത് ബാധിക്കുന്നു. നിരന്തരം പഠിച്ച് മിടുക്കനായിട്ടുള്ള കുട്ടിക്ക് ഇതിൻ്റെ ഫലമായിട്ട്, ഈ കേൾവിയെ ബാധിക്കുന്നതിൻ്റെ ഫലമായിട്ട് കുട്ടിയുടെ പഠനത്തെ ഇത് ബാധിക്കുന്നു, കുട്ടിയുടെ വളർച്ചയെ ഇത് ബാധിക്കുന്നു. ഇനി നിരന്തരമായിട്ട് വായ തുറന്ന് ശ്വാസം വിടുന്നത് മൂലം കുട്ടിയുടെ ഉറക്കം തന്നെ നഷ്ടപ്പെടുന്നു. ഇത് ഭാവിയിൽ സ്ലീപ്പ് അപ്നിയ എന്നൊരു കണ്ടീഷൻ തന്നെ ഉണ്ടാകാൻ ഇടയാകും. അപ്പോൾ ഇത്രയധികം പ്രശ്നങ്ങൾ കാരണം കുട്ടിയുടെ വളർച്ചയെ തന്നെ ഇത് ബാധിക്കുന്നു. ഈ അടിഞ്ഞോട് എന്ന ദശയ്ക്ക് തന്നെ നിരന്തരമായി അണുബാധ ഉണ്ടാകുന്നത് മൂലം സൈനസൈറ്റിസ്, നിരന്തരമായ ജലദോഷം, ചുമ, കഫക്കെട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അടിഞ്ഞോട് എന്ന ദശ മൂലം കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ. എങ്ങനെ ഈ അടിഞ്ഞോട് എന്ന ദശ ഉണ്ട് നമുക്ക്, അല്ലെങ്കിൽ ഇതിൻ്റെ സൈസ് വലുതാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങൾ കുട്ടികൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ENT സർജനെ കാണിക്കുക. അപ്പോൾ ENT സർജൻ ഒരു ചെറിയ കുട്ടികൾക്കാണെങ്കിൽ എക്സ്റേ വഴി, മുതിർന്ന കുട്ടികൾക്കാണെങ്കിൽ ക്യാമറ ഉപയോഗിച്ച്, അതായത് എൻഡോസ്കോപ്പി വഴിയും ഇതിൻ്റെ സൈസ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കുന്നു. ഇതിൻ്റെ വലിപ്പം അനുസരിച്ച് ഇതിന് ഓരോ ഗ്രേഡിങ്ങുകളുണ്ട്. അപ്പോൾ ചെറിയ ഗ്രേഡുള്ള അടിഞ്ഞോട് ദശകളാണെങ്കിൽ ഇത് മെഡിക്കലി മാനേജബിൾ ആണ്, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ സൈസ്, അതായത് ഇതിൻ്റെ വലിപ്പം വളരെയധികം വലുതാണെങ്കിൽ ഇത് മെഡിക്കലി മാനേജബിൾ അല്ല, അതായത് ഇതിന് സർജറി വഴി ഇത് എടുത്തു കളയേണ്ടതാകുന്നു. എന്തൊക്കെയാണ് ഇതിൻ്റെ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്? ഇപ്പോൾ നൂതന സാങ്കേതികവിദ്യയായ കോബ്ലേഷൻ എന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഈ അടിഞ്ഞോട് എന്ന സർജറി ചെയ്യുന്നത്. ഇതിനെ കോബ്ലേഷൻ അടിഞ്ഞോഡക്ടമി എന്ന് പറയുന്നു. എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്? ഇപ്പോൾ കോബ്ലേഷൻ അടിഞ്ഞോഡക്ടമി വെച്ച് ചെയ്യുന്നത് മൂലം ഇത് വളരെയധികം പെയിൻലെസ് ആണ്. ഇതിന് മറ്റു കോംപ്ലിക്കേഷൻസ് ആയ ബ്ലീഡിങ് മുതലായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. സർജറിക്ക് ശേഷം അടുത്ത ദിവസം തന്നെ കുട്ടിയെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ENT സർജനെ കാണിക്കുക. അതിൻ്റെ അടിഞ്ഞോട് ദശയുടെ വലിപ്പം വിലയിരുത്തുക. തുടർന്ന് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെ എടുക്കുക. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും സർജറി പോലുള്ള ഓപ്ഷൻ അത് ഒരു ENT സർജൻ്റെ വിദഗ്ധ അഭിപ്രായത്തോട് അനുസരിച്ച് ചെയ്യുക.